ഉടനെ പറഞ്ഞു, എന്റെ മകനെയൊന്ന് ഹയാത്താക്കി തന്ന് എന്റെ കൂടെ ഒന്ന് ജീവിച്ചു കാണിക്കാമോ? ഖാജാ തങ്ങൾ പറഞ്ഞു, ഉമ്മ മുഈനുദ്ദീൻ നിന്നോട് എണീക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അല്ലാഹുവിന്റെ ഇദ്ന് കൊണ്ട് നിങ്ങളെ മകൻ എണീക്കുമെന്ന് പറഞ്ഞപ്പോൾ വലിയ കറാമത്തു നൽകി ഖാജാ തങ്ങൾ അല്ലാഹു ആദരിക്കുകയാണ്. ഖാജാ തങ്ങൾ അല്ലാഹു ആദരിച്ചു. ആ സമയത്താണ് മഹാനവറുകളുടെ സമീപത്തേക്ക് ആളുകൾ പരാതി പറഞ്ഞു വരും. എല്ലാ പരാതികൾക്കും മഹാനവറുകളുടെ ഒരൊറ്റ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം അടുത്ത ദിവസം എത്തുമ്പോഴേക്കും പുലരാറാണ് പതിവ്. അങ്ങനെയാണ് വയസ്സായ ഉമ്മാമ വന്നു പറഞ്ഞു, മുഈനുദ്ദീൻ തങ്ങളെ, ഞാനിതാ പടുകിളവിയായിരിക്കുകയാണ്. എനിക്ക് ഭർത്താവോ മറ്റു ആശ്രിതരോ ഇല്ല. ആകെയുള്ളത് എനിക്ക് എന്റെ പ്രിയപ്പെട്ട മോനാണ്. ആ മകനും കൂടെ മരിച്ചു തങ്ങളെ. ഖാജാ തങ്ങൾ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്കെന്താ വേണ്ടത്? ഉടനെ പറഞ്ഞു, എന്റെ മകനെയൊന്ന് ഹയാത്താക്കി തന്ന് എന്റെ കൂടെ ഒന്ന് ജീവിച്ചു കാണിക്കാമോ? ഖാജാ തങ്ങൾ പറഞ്ഞു, ഉമ്മ മുഈനുദ്ദീൻ നിന്നോട് എണീക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അല്ലാഹുവിന്റെ ഇദ്ന് കൊണ്ട് നിങ്ങളെ മകൻ എണീക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മ ഖാജാ തങ്ങളെ പ്രഖ്യാപനം കേട്ട്, അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിന് ചില ഔലിയാക്കളുണ്ട്. ആ ഔലിയാക്കളുടെ ഡ്യൂട്ടി എന്താണ്? അവർ അല്ലാഹുവിനെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അല്ലാഹു അവരെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് അല്ലാഹു അവര് പറയുന്നത് പുലർത്തിക്കൊടുക്കുന്നതാണ്. ഇതല്ലേ മഹാനരായ ശൈഖുനാ മടവൂർ പാപ്പ നമുക്ക് കാണിച്ചു തന്നതല്ലേ? അവിടുത്തെ പ്രഖ്യാപനത്തിലൂടെ എത്രയെത്ര സംഭവങ്ങളാണ്